الله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ ഉസൂലു സലാസ എന്ന റിസാലയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ അസുലിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചത്. ഒരടിമ അവൻ്റെ ദീനുൽ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. ദീൻ 3 മർത്തബകളിലാണ്, 3 ഘട്ടങ്ങൾ അതിനുണ്ട് എന്ന് പറഞ്ഞു. ഇസ്ലാമാണ് ആദ്യഘട്ടം, പിന്നീട് ഈമാൻ, മൂന്നാമതായി ഇഹ്സാൻ. ഇവകൾ പറഞ്ഞതിന് ശേഷം അവകളുടെ തെളിവുകളും മുസന്നിഫ് റഹിമഹുല്ല ഉദ്ധരിക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആനിൽ നിന്ന്. ഇനി അടുത്തതായി പറയുന്നത് വദ്ദലീലു മിനസ് സുന്ന. ദീനിന് ഇങ്ങനെ 3 മർത്തബകളുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് സുന്നത്തിൽ നിന്ന് ഏതാണ് എന്നുള്ളതാണ്. സുന്നത്തിൽ നിന്ന് ഇതിനുള്ള തെളിവ് ഹദീസു ജിബ്രായീൽ അൽ മഷ്ഹൂർ അൻ ഉമറ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രസിദ്ധമായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസു ജിബ്രായീൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസാണ് ഇതിനുള്ള തെളിവ്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസ് ധാരാളം ഫായിദകൾ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമ്മൾ സുപരിചിതമായ ഹദീസായിരിക്കും, എങ്കിലും അത് വായിക്കുന്നതിലൂടെ വലിയ ഫായിദകൾ ഉണ്ടാകും. ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനാൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ. ഞങ്ങൾ ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്നതിനിടയിൽ ഇദ് ത്വലഅ അലൈനാ റജുലുൻ, അന്നേരം ഞങ്ങളിലേക്കൊരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ത്വലഅ അലൈനാ റജുലുൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശദീദു ബയാദു സിയാബി, വസ്ത്രം നല്ല കഠിനമായ വെളുപ്പ് നിറത്തിലുള്ളതായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം നല്ല വെളുപ്പ് നിറമാണ്. അതേപോലെ ഷദീദു സവാദി ഷാരി, മുടിയുടെ കറുപ്പാണെങ്കിലും നല്ല ശക്തമാണ്. അപ്പോൾ നല്ല കറുത്ത മുടിയുള്ള വെളുത്ത വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ ആ സമയത്ത് ഞങ്ങളിലേക്ക് കടന്നു വന്നു. ഞങ്ങളാകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഇരിക്കുകയാണ്. ലാ യുറാ അലൈഹി അസറു സഫരി, അദ്ദേഹത്തിൻ്റെ മേൽ യാത്രയുടെ അടയാളങ്ങളൊന്നും കാണപ്പെടുന്നില്ല. സ്വാഭാവികമായും യാത്ര ചെയ്തു വന്നയാളാണെങ്കിൽ യാത്രയുടെ അടയാളങ്ങൾ ഉണ്ടാകും, മുടിയെല്ലാം പാറിപ്പറന്നിട്ടുണ്ടാവും. അതേപോലെ വസ്ത്രങ്ങളിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ യാത്രയുടെ അടയാളങ്ങളൊന്നും ഈ കടന്നു വന്ന മനുഷ്യനിലില്ല. വലാ യഅരിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളിൽ ആർക്കും അദ്ദേഹത്തെ അറിയാനും പാടില്ല. മദീനയിലാണ്, മസ്ജിദുൻ നബവിയിലാണ്.
മദീന നിവാസിയാണെങ്കിൽ ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. എന്നാൽ പുറമേ നിന്ന് വന്നതിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇല്ലതാനും. അങ്ങനെ ഹത്താ ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചേർന്നിരുന്നു. എത്രത്തോളം എന്നാൽ ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, വന്നയാളുടെ രണ്ട് മുട്ടുകാലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടുകാലുകളിലേക്ക് ചേർത്ത് വെച്ചു. വവദഅ കഫൈഹി അലാ ഫഖദൈ, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും തുടയുടെ മേലായിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ കാലിൻ്റെ മേലായിക്കൊണ്ട് വെച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരണം. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഖബർ, വാർത്ത എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. നീ കലിമത്തു ഷഹാദ, കലിമത്തു തൗഹീദിന് സാക്ഷ്യം വഹിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് നീ സാക്ഷിയാകണം. അതായത് ഇബാദത്തിന് അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും എന്തില്ല, ഇബാദത്തിന് അർഹതയില്ല. ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്. ഇതിന് നീ സാക്ഷ്യം പറയണം. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതേപോലെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലുമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം ഇസ്ലാമിലെ. ഇസ്ലാമിൻ്റെ 5 അർക്കാനുകളിൽ ഒന്നാമത്തേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറഞ്ഞു കൊടുത്തത്. ഇസ്ലാമിൻ്റെ 5 തൂണുകളാണ് ഈ പറയുന്ന 5 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് ഈ 2 ഷഹാദയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന 2 കാര്യത്തിനും സാക്ഷ്യം വഹിക്കുക. ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് ഒട്ടി നിൽക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ചു, പക്ഷേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് അംഗീകരിക്കുന്നില്ല, എന്നാൽ എന്താവുകയില്ല, പൂർണ്ണമാവുകയില്ല. അല്ലെങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് സാക്ഷ്യം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇത് രണ്ടിനും സാക്ഷ്യം പറയണം. അത് രണ്ടിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇബാദത്ത് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണെന്ന് നാവിലൂടെ പറയുന്നു, ഹൃദയത്തിൽ അത് അംഗീകരിക്കുന്നു. അത് മറ്റുള്ള പ്രവർത്തികളിലൂടെ എന്ത് ചെയ്യണം, പ്രതിഫലിക്കണം. ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രമേ എന്ത് ചെയ്യാവൂ, സമർപ്പിക്കാവൂ. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കണം, അതിനെ അനുസരിക്കണം, അത് സത്യപ്പെടുത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തുകൾ അർപ്പിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞു കൊടുത്തത്. വ തുഖീമ സ്വലാ, നീ നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യണം. ഇതാണ് മറ്റൊരു റുക്ന്. ഇസ്ലാമിൻ്റെ അർക്കാനുകളിൽ ഷഹാദ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമസ്കാരം എന്നുള്ളത്. എല്ലാ അമ്പിയാക്കന്മാരും ദഅവത്ത് ചെയ്ത ഒന്നാണ്. ആദ്യം പറഞ്ഞ ഷഹാദത്തും ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദത്തും, അതേപോലെ അമ്പിയാക്കന്മാരെ അനുസരിക്കണം എന്നുള്ളതായ ദഅവത്ത്, ഇതെല്ലാ അമ്പിയാക്കന്മാരും നടത്തിയിട്ടുണ്ട്. അതേപ്രകാരം തന്നെ നമസ്കാരത്തെക്കുറിച്ചുള്ളതായ ദഅവത്ത്, അതും എല്ലാ അമ്പിയാക്കന്മാരും നടത്തിയിരിക്കുന്ന പ്രബോധനമാണ്. അതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. തുഖീമ സ്വലാ, നമസ്കാരത്തെ നിലനിർത്തണം. വതുഅ്തിയ സക്കാ, നീ സക്കാത്ത് കൊടുത്തു വിടുകയും ചെയ്യണം. നമസ്കാരത്തിനോട് ചേർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞ നമസ്കാരത്തിൻ്റെ ഖരീനയാണ്, കൂട്ടുകാരനാണ്. എവിടെയെല്ലാം നമസ്കാരം പറയും തൊട്ടുടനെ ഇവിടെ എന്ത് ചെയ്യും, സക്കാത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കലുണ്ട്. അപ്പോൾ സക്കാത്തിനെ കുറിച്ചും പറഞ്ഞു. നമസ്കാരം കേവലം ശരീരം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ സക്കാത്ത് എന്താണ്, സാമ്പത്തികമായ ഒരു ഇബാദത്ത് കൂടിയിട്ടാണ്. അപ്പോൾ തസൂമ റമദാൻ, നീ റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, പരിശുദ്ധ കഅബയിൽ പോയി കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം, ഹജ്ജ് ചെയ്യണം. അത് ശരീരവും സമ്പത്തുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ഒരു ഇബാദത്തുമാണ്. ഈ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇതാണ് ഇസ്ലാം. ഈ 5 കാര്യങ്ങളുടെ മേലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടതെന്നാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ 5 കാര്യങ്ങളുടെ മേൽ എന്ത് ചെയ്തിരിക്കുന്നു, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് അതിൻ്റെ അടിത്തറയാണ്.
അതിൻ്റെ തൂണുകളാണിത്. ഇതില്ലെങ്കിൽ എന്താവുകയില്ല, ഇസ്ലാം എന്ന നിർമ്മിതി നിലനിൽക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ ഖാൽ, അദ്ദേഹം വന്നിരുന്ന റജുൽ, മനുഷ്യൻ പറഞ്ഞു, സ്വദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. ഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജിബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖു, ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത്ഭുതമായി. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഉത്തരം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ സത്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി. ഖാൽ, എന്നിട്ട് ആ വന്നയാൾ ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എന്നാൽ ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിൽ വിശ്വസിക്കുക. അല്ലാഹു മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്, ഇബാദത്തിന് അർഹതയുള്ളവൻ അവൻ മാത്രമാണ്. അവനെ കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നതായ അസ്മാഉകൾ, സിഫാത്തുകൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ, പേരുകൾ, ഇതെല്ലാം എന്ത് ചെയ്യണം? വിശ്വസിക്കേണ്ടതുണ്ട്. അതേപോലെ മലായിക്കത്തിഹി, അള്ളാഹുവിൻ്റെ മലായിക്കത്തിലും എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിയാണ്, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ മുഖറബീങ്ങളായ, അള്ളാഹുവിന് മാത്രം ത്വാഅത്ത് ചെയ്യുന്ന, അനുസരണക്കേട് കാണിക്കാത്തതായ സൃഷ്ടികളാണ്. അവരിലും നീ വിശ്വസിക്കണം. വഖുതുബിഹി, അള്ളാഹു പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഗ്രന്ഥങ്ങൾ, അവകളിൽ നീ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വറുസുലിഹി, അള്ളാഹു കാലാകാലങ്ങളിൽ നിയോഗിച്ചിരിക്കുന്ന മുർസലീങ്ങളിലും. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും നീ വിശ്വസിക്കണം. വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരി, ഖദറിലും നീ വിശ്വസിക്കണം. അത് ഖൈറാകട്ടെ ഷർറാകട്ടെ, അള്ളാഹുവിൽ നിന്നാണ് സകല കാര്യങ്ങളും സംഭവിക്കുക. നടന്നിരിക്കുന്ന കാര്യങ്ങൾ, നടക്കാനുള്ളത്, ഇവകളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ അറിവ് നിമിത്തമാണ്, അള്ളാഹു രേഖപ്പെടുത്തിയത് പ്രകാരമാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രകാരമാണ് ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് എന്നുള്ളതായ വിശ്വാസവും നിനക്കുണ്ടാകണം. ഇതാണ് ഈമാനിൻ്റെ 6 അടിസ്ഥാനപരമായ ഘടകങ്ങൾ. ഈമാനിൽ ധാരാളം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ റുക്നുകളാണ് എന്ത്? ഈ പറയുന്ന 6 കാര്യങ്ങൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആഗതൻ പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഖാൽ, അപ്പോൾ ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്നാൽ ഇഹ്സാൻ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞുതാ. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. എപ്രകാരമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നിനക്ക് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നതുപോലെ എന്ത് ചെയ്യണം? അപ്പോൾ ഇതാണ് 3 മർത്തബകൾ. ഇസ്ലാം 5 റുക്നുകൾ അതിനുണ്ട്. ഈമാൻ 6 റുക്നുകളുണ്ട്. ഇഹ്സാൻ അതിന് 1 റുക്നാണുള്ളത്. ഇഹ്സാൻ എന്നുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അതിന് 2 തലങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ആഗ്രഹത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മഖാമാണ്. അള്ളാഹുവിനെ ഞാൻ അതിയായ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, വലിയ ആഗ്രഹത്തോടെ എന്ത് ചെയ്യാണ്? അള്ളാഹുവിൻ്റെ മുഖം കണ്ടെത്തണം, മുഖം കാണണം, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുകയാണ് അവൻ്റെ ഹൃദയം. വലിയ ആഗ്രഹത്തോടെ ചെയ്യുന്ന ഇബാദത്താണ്. പേടി അല്ല അവിടെ അതിജയിച്ച് നിൽക്കുന്നത്, പിന്നെന്താണ്? ആഗ്രഹമാണ്, സ്നേഹമാണ്. അതിന് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അള്ളാഹു എൻ്റെ പ്രവർത്തികളെ സംബന്ധിച്ച്, എൻ്റെ എന്ത് ചെയ്യും, ധിക്കാരങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഇബാദത്തുകളെ കുറിച്ച് അള്ളാഹു നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ശരിയായി നമസ്കരിക്കണമല്ലോ എന്നുള്ള പേടിയോടെയെങ്കിലും എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. ഇതാണ് ഇഹ്സാൻ. ഖാൽ, അപ്പോൾ ആഗതൻ ചോദിച്ചു, ഫഅഖ്ബിർനി അനിസ്സാഅ, എന്നാൽ ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക? ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഖാൽ, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവൻ അല്ല, ബിഅഅലമ മിനസ്സായിൽ, ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിയുന്നവനല്ല. ചോദിക്കപ്പെട്ടത് മുർസലീങ്ങളുടെ സയ്യിദായ നേതാവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉലുൽ അസ്മുകളിൽ തന്നെ ഏറ്റവും
പ്രധാനിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിക്കപ്പെട്ടത്. ചോദിച്ചതാകട്ടെ മലായിക്കത്തുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ചോദിച്ചവനേക്കാൾ ഈ വിഷയത്തിൽ എന്തില്ല, ഒരറിവുമില്ല. അതായത് ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഒരു മഖ്ലൂഖിനും എന്തില്ല, അതിനെക്കുറിച്ചുള്ളതായ അറിവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു, അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറയാണ് ഇതാ ഖിയാമത്ത് നാൾ ഇന്ന വർഷം സംഭവിക്കും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇത്രാമത്തെ വർഷമാണ്, ഇത്ര വർഷം കഴിഞ്ഞാലാണ് സംഭവിക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെന്താണ്, അവൻ വ്യാജനാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല ഈ വിഷയം. മലായിക്കത്തിന്റെ നേതാവായ വഹ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നതായ, കൊണ്ടുകൊടുക്കുന്നതായ ജിബ്രീൽ അലൈഹിസ്സലാമിന് ആ വിഷയം അറിയില്ല. അപ്പോൾ പിന്നെ വേറൊരാൾ പറയാണ് ഇല്ല, എന്താണ് ഖിയാമത്ത് നാൾ ഇത്ര വർഷം കഴിയുമ്പോൾ സംഭവിക്കും. ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിലൊരു മുസ്ലിയാർ പറയണ്ടായി, എന്താണ് 2068 2068 കൃത്യമായ കണക്കാണ്. 67 അല്ല 69 അല്ല, കൃത്യമായിട്ട് 2068 എന്ത് ചെയ്യും. അത് അത്ഭുതമല്ല, അത് ഏതോ ഒരു കാഫിർ, നിഷേധിയായ മനുഷ്യൻ, അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുകയാണ്. വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് അതിനെന്ത് ചെയ്യണത്, പറയണത്. നഊദു ബില്ലാഹ്. അപ്പോൾ വഹീൻ്റെ സ്രോതസ്സ്, വഹി നൽകുക, ഇൽമിൻ്റെ സ്രോതസ്സ് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കലാണ്. അവർക്ക് ഈ കാര്യത്തിൽ എന്താണ്, അറിവില്ല. അപ്പം പിന്നെ അതിനേക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ളവൻ മറ്റാരും തന്നെയില്ല. വളരെ എന്താണ്, സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിൽ എന്ത് ചെയ്തിരിക്കുന്നു, അതുപോലുള്ള കാര്യങ്ങൾ വരെയും ആളുകൾ വഴിതെറ്റിയിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ആഗതൻ ചോദിച്ചു, ഖാല ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, എന്നാൽ അതിൻ്റെ അമാറാത്തുകൾ, അടയാളങ്ങൾ, എന്തെങ്കിലും അലാമാത്തുകൾ, അതെപ്പോഴാണ് സംഭവിക്കുക, സംഭവിക്കാൻ അതിന് മുന്നോടിയായി ഉണ്ടാകുന്ന ഏതെങ്കിലും അലാമാത്തുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ അവളുടെ ഉടമയെ പ്രസവിക്കലാണ്. ഇതാണ് ഒരു അടയാളം. ശേഷം വിശദീകരിക്കുന്നുണ്ട്. വഅൻ തറൽ ഹുഫാത അൽ ഉറാത അൽ ആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ. വഅൻ തറ, നീ കാണലാണ്, അൽ ഹുഫാത, നഗ്നപാതരായ ആളുകളെ, ചെരുപ്പിടാൻ പോലും വകയില്ലാത്ത ജീവിച്ച ആളുകളെ, അൽ ഉറാത, നഗ്നരായ ആളുകൾ, അതായത് ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാനൊന്നും വസ്ത്രമില്ലാതിരുന്ന ഗ്രാമീണരായ ആളുകൾ, അൽ ആലത, ഫുഖറാക്കളായ ദരിദ്രരായി ജീവിച്ച ആളുകളെ നീ കാണലാണ്. റിആ അശ്ശായി, ആട്ടിനെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നിരുന്ന, മലഞ്ചെരുവുകളിലൂടെ ആട്ടിനെ മേയിച്ച് ഉടുക്കാനില്ലാതെ, അതേപോലെ തന്നെ ഭക്ഷിക്കാനില്ലാതെ, ശരിയായി ചെരുപ്പ് പോലും ഇല്ലാതിരുന്ന ആളുകളെ നീ കാണലാണ്. യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, നീളത്തിലും അതേപോലത്തെ ഉയരത്തിലുമെല്ലാം വലിയ ഉയർന്നതായ നീളമുള്ളതായ ബിൽഡിംഗ് എടുത്ത് അതിൽ താമസിക്കുന്നത് നീ കാണലാണ്. അത് എന്താണ്, ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാൽ ഫമദ, എന്നിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം കഴിഞ്ഞുപോയി, നടന്നുപോയി. അദ്ദേഹം വന്ന ആഗതൻ അവിടുന്ന് പോയി. ഫലബിസ്ന മലിയൻ, ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു, കുറച്ചധികം സമയം അവിടെ ഇരുന്നു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമറു അതദ്രി മൻ ഇസ്സാഇൽ, ആരാണ് ഈ ചോദ്യകർത്താവ് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നത്. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു, അതാരായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അതാക്കും, അദ്ദേഹം നിങ്ങളിലേക്ക് വന്നത്, യുഅല്ലിമുക്കും അംറ ദീനിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. അപ്പോൾ ദീനിൻ്റെ മൊത്തത്തിലുള്ള പ്രധാനപ്പെട്ട മർത്തബകൾ, അതിൻ്റെ ഘടകങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, പഠിപ്പിച്ചു തന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ചോദ്യോത്തര രൂപത്തിലൂടെ എന്ത് ചെയ്യാണ്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ
ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാള്യങ്ങളായിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൽ ഓരോന്നിലും ധാരാളം ഫായിദകളുണ്ട്. ഇവിടെ ഷേഖ് ഹൈസം സർഹാൻ ഹഫിളഹുല്ല നമ്മുടെ ഈ ഗ്രന്ഥത്തിന് ചെറിയൊരു താലീക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നത്, ഈ ഹദീസ് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ അതിൻ്റെ അർക്കാനുകൾ ഇത്രയെല്ലാമാണ് എന്നുള്ളതിലേക്ക് തെളിവ് നൽകുന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ചോദിക്കപ്പെട്ടവനും ചോദിച്ചവനും ഈ വിഷയത്തിൽ എന്താണ്, തുല്യരാണ്. അത് ദലീലുൻ അലാ അന്നഹു ലാ യഅലമു വഖത ഖിയാമിസ് സാഅ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്തെ സംബന്ധിച്ച് ആർക്കും തന്നെ അറിയില്ല എന്നതിനുള്ള തെളിവാണ്. പിന്നീട് ഇതിൽ നമ്മൾ വിശദീകരിക്കാതെ പോയ ഒരു കാര്യം, അൻ തലിദൽ അമതു റബ്ബതഹ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ്? അടിമ സ്ത്രീ എന്ത് ചെയ്യും? അവളുടെ ഉടമയെ പ്രസവിക്കലാണ്. ഇത് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. വൈവിധ്യങ്ങളായ വ്യാഖ്യാനങ്ങളാണ്, വൈരുദ്ധ്യങ്ങളായതല്ല. ഒരു വ്യാഖ്യാനം കസറത്തുൽ ഉഖൂഖാണ്, മാതാപിതാക്കളെ ഉള്ള ധിക്കാരം, അനുസരണക്കേട് അധികരിച്ചു വരിക. മക്കള് മാതാപിതാക്കളെ ഭരിക്കുക, മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് മക്കളാണ് എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്. എന്നാൽ മക്കൾ മാതാപിതാക്കളെ ധിക്കരിക്കുന്നു, അവരെ എന്ത് ചെയ്യുന്നു, അവരോട് അനുസരണക്കേട് കാണിക്കുന്നു, അവരുടെ ബാധ്യതകൾ നിറവേറ്റാതിരിക്കുന്നു. ഇത് ഖിയാമത്ത് നാളിനുള്ള അടയാളമാണ് എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന അടയാളങ്ങളെല്ലാം പലപ്പോഴും എന്താണ്, ഖിയാമത്തിൻ്റെ ചെറിയ ചെറിയ അടയാളങ്ങളായിട്ട് ഉലമാക്കൾ പരിചയപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ചെറിയ അടയാളങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന പലതും എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതാണൊന്ന്, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, അവരോട് ധിക്കാരം കാണിക്കുക. ഇത് വളരെ അപകടം നിറഞ്ഞതായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം ധാരാളം സ്ഥലങ്ങളിൽ എന്ത് ചെയ്തതാണ്, താക്കീത് നൽകിയതാണ്. മാതാപിതാക്കളെ അനുസരിക്കണം, അവരോട് ധിക്കാരം കാണിക്കാൻ പാടില്ല. അവർ കുഫാറുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവരോട് വർത്തിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട, അനുസരിക്കേണ്ട. നേരെ മറിച്ച് അതല്ലാത്ത കാര്യങ്ങളിൽ അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം. അത്ഭുതം നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നില്ല, ശിർക്ക് ചെയ്യാൻ പറയുന്ന അതിനല്ല പറയണത്, നന്മ ചെയ്യാനാണ് പറയണത്. നമസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, അല്ലെങ്കിൽ ഇൽമു പഠിക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ മാതാപിതാക്കൾ മക്കളോട് പറയുന്നു. അങ്ങനെയുള്ള മാതാപിതാക്കളെ വരെയും എന്ത് ചെയ്യുന്നു, അനുസരിക്കാതിരിക്കുന്നു. കുഫാറുകളായ മാതാപിതാക്കളെ വരെയും എന്ത് ചെയ്യണം, അവരോട് വരെയും നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹം എന്ത് ചെയ്തു, നല്ലത് കൽപ്പിക്കുന്ന, തിന്മയല്ല കൽപ്പിക്കുന്നത്, നല്ലത് കൽപ്പിക്കുന്ന മുവഹിദീങ്ങളായ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് വളരെ വൈരുദ്ധ്യാത്മകമാണ്. അപ്പോൾ ഇതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം കസറത്തു റിഖ്, അടിമത്തം ധാരാളം ആവുക, വ്യാപിക്കുക, അടിമകൾ ധാരാളം ഉണ്ടാവുക എന്നുള്ളതാണ്. അടിമകൾ ഒരു വേള കുറഞ്ഞു പോയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പ്രചാരണത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കുറഞ്ഞു പോയിട്ടുണ്ട്. യുദ്ധങ്ങൾ ധാരാളം ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യുദ്ധങ്ങൾ വ്യാപിക്കും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. തടവ് പുള്ളികളായിട്ട് അടിമകൾ പിടിക്കപ്പെടും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വ്യാഖ്യാനം ഇൻഖിലാബുൽ അഹ്വാൽ, കാര്യങ്ങൾ മാറിമറിയലാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് എന്താണോ അതിന് നേരെ വിപരീതമായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ നടക്കുക. അത് നമുക്ക് പ്രകടമാണ് പല സ്ഥലങ്ങളിലും, പല കാര്യങ്ങളിലും. എന്താണോ മനുഷ്യൻ്റെ ശരിയായ ബുദ്ധിക്ക്, സലീമായ ബുദ്ധി മനസ്സിലാക്കുന്നത്, നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ മാറി മറയുന്നു. ഹക്ക് ബാത്തുലായിട്ട് എന്ത് ചെയ്യുന്നു, ചിത്രീകരിക്കപ്പെടുന്നു. ബാത്തുൽ ഹക്കായിട്ട് പറയുന്നു. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് തന്നെ തൗഹീദ് പഠിപ്പിക്കാനാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അതാണല്ലോ എല്ലാ നബിമാരും പഠിപ്പിച്ചതാണ്. എന്നിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആനും എല്ലാം എടുത്തിട്ട് എന്ത് പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തെളിവുകൾ എമ്പാടും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും എന്ത് ചെയ്യാണ്, നൽകപ്പെടുകയാണ്. ഇവിടെയുള്ള കുഫാറുകൾക്ക് വരെ അറിയാം ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണ്.
അവർക്ക് ഒരേ ആരാധ്യനേ ഉള്ളൂ. അവർ എന്ത് പ്രശ്നത്തിനും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, അവരുടെ കാര്യങ്ങൾ നടക്കാൻ അവർ ഇബാദത്ത് ആർക്ക് മാത്രമേ അർപ്പിക്കുള്ളൂ? സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കുകയുള്ളൂ. പക്ഷെ ആ വിഷയത്തിൽ ഇവർ വലിയ ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്തു? സൃഷ്ടിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഈ ആശയക്കുഴപ്പം പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്കില്ല. അവരോട് മൊയ്തീൻ ഷേഖിനോട് ദുആ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? വളരെ പ്രകടമായിട്ട് പറയില്ല, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ വക്താക്കളായ, അതിലേക്ക് ക്ഷണിക്കുന്ന കുഫറും ഷിർക്കും പ്രകടിപ്പിക്കുന്ന ആളുകൾ, ഖുർആനും ഹദീസും പഠിച്ചിരിക്കുന്ന ആളുകൾ, അവരോട് ചോദിച്ചാൽ അവരെന്ത് ചെയ്യും? ന്യായങ്ങൾ നിരത്തും. അതിന് പല പല എന്ത് ചെയ്യും? ന്യായങ്ങൾ പറയുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ വലിയ രീതിയിൽ കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. പല പല കാര്യങ്ങളും ഇതേ രീതിയിലാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? മാറി മറയുക. ശരിയായ ബുദ്ധിക്ക് എന്താണോ ഒരു കാര്യത്തിൽ പ്രകടമാവുക അതിന് നേരെ വിപരീതമായിട്ട് എന്ത് ചെയ്യുക? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കുമല്ലോ അവനിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഖിയാമത്ത് നാളാകുമ്പോൾ ബുദ്ധി ഉയർത്തപ്പെടുന്നതാണ്. ബുദ്ധി എന്ത് ചെയ്യും? ആളുകളിൽ നിന്ന് ഉയർത്തപ്പെടും. അതായത് ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ പ്രവർത്തിക്കേണ്ടത്, എനിക്ക് ദുനിയാവിൽ നല്ലത് കിട്ടണം, നല്ല ജീവിതം വേണം, ആഖിറത്തിൽ നല്ല ജീവിതം വേണം, മരിച്ചു കഴിഞ്ഞാലും നന്മ വേണം. ഇതിനനുസൃതമായിട്ടായിരിക്കും ബുദ്ധിയുള്ള ആൾ എന്ത് ചെയ്യുക? അതിനെന്താണോ ഞാൻ ചെയ്യേണ്ടത് അതായിരിക്കും ചെയ്യുക. അതാണ് ബുദ്ധിയുള്ളവൻ്റെ അടയാളം. പക്ഷെ ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? അവന് എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. അപ്പോൾ അത് അവനെ കൊണ്ടെത്തിക്കുന്നതാകട്ടെ വലിയ അപകടങ്ങളിലാണ്. ദുനിയാവിലും അപകടത്തിൽ ചാടുന്നു, ആഖിറത്തിലും അപകടത്തിൽ ചാടുന്നു. അപ്പോൾ ഇങ്ങനെ ബുദ്ധിയില്ലായ്മ വളരെയധികം വ്യാപിക്കും. അതാണ് ഒരു വ്യാഖ്യാനം. അടിമ സ്ത്രീ അവളുടെ ഉടമയെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം അതാണ്. കാര്യങ്ങൾ മാറി മറയും. മറ്റൊരു വ്യാഖ്യാനം അന്നൽ മലിക യതസവ്വജു മിൻ ജാരിയത്തി, ഒരു രാജാവ് എന്ത് ചെയ്യുന്നു? ഒരു അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ഫത്തലിദു ലഹു ഗുലാമൻ, അങ്ങനെ ആ സ്ത്രീ ഈ രാജാവിന് എന്ത് ചെയ്യുന്നു? ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. ഫയസീറു ഹാദൽ ഗുലാമു മലിക്കൻ ബഅദ വഫാത്തി അബീഹി, ഈ രാജാവ് മരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ കുട്ടി അവിടുത്തെ രാജാവായി മാറുന്നു, അദ്ദേഹത്തിൻ്റെ അനന്തരാവനായി മാറുന്നു. വസയ്യിദൻ, നേതാവാകുന്നു. സയ്യിദൻ അല ഉമ്മിഹി, ഉമ്മയുടെ സയ്യിദുമായി മാറുന്നു. ഉമ്മ പ്രസവിച്ചതാണ്, ഉമ്മ ഇപ്പോഴും അടിമയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഈ അടിമ സ്ത്രീയുടെ നേതാവായിട്ട് ആര് വരുന്നു? ഭരണാധികാരിയായിട്ട് ആര് വരുന്നു? അതാണ് ഒരു വ്യാഖ്യാനം. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളാണ്. ഉലമാക്കൾ അതിനെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ചില ബോൽബലകമായിട്ടുള്ള ചില കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മാറി മറയുക എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. അതേപോലെ നഗ്നബാധരായ, വസ്ത്രം ഉടുക്കാൻ വസ്ത്രമില്ലാതിരുന്ന ദരിദ്രരായ ആളുകൾ, അവർ എന്ത് ചെയ്യുന്നു? ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? വലിയ വലിയ നീളമുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. യാനി തൻഖലിബുൽ അഹ്വാൽ, നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ മാറി മറിയുന്നു അർത്ഥം. യൻഖലിബു ഹാദൽ ഫഖർ ഇലാ ഗിനൻ ഫാഹിഷിൻ, ഈ ദാരിദ്ര്യം എന്ത് ചെയ്യുന്നു? വളരെ മോശമായ ഒരു ഐശ്വര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അപ്പോൾ ധനത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ ആഡംബരം കാണിക്കുന്ന, ധൂർത്ത് കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് മാറുന്നു. അപ്പോൾ ഇതും ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന് ധാരാളം ഫായിദകൾ ഉലമാക്കൾ നൽകുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി അവൻ്റെ നഫ്സിനോടുള്ള ബാധ്യതകൾ, അതേപോലെ അവൻ്റെ അധ്യാപകനോടുള്ള ബാധ്യതകൾ, ഇൽമു പഠിക്കുന്ന സ്ഥലത്തോടുള്ളതായ ബാധ്യതകൾ, കൂടെ പഠിക്കുന്ന ആളുകളോടുള്ളതായ ബാധ്യതകൾ, പഠിക്കുന്ന ഗ്രന്ഥത്തോടുള്ള ബാധ്യതകൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ബാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില കാര്യങ്ങളും ഇവിടെ ഷാരിഹ പറയുന്നുണ്ട്. സ്വന്തം നഫ്സിനോടുള്ള ബാധ്യതകൾ, ഇൽമ ഇബാദത്താണെന്ന് മനസ്സിലാക്കുക. ഇൽമ പഠിക്കുന്നത് വലിയ ഇബാദത്താണ്. അപ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും. ശ്രേഷ്ഠമായ ഇബാദത്താണെന്നാണ്.
പ്രത്യേകിച്ചും ഉലമാക്കൾ പറയുന്നത് കാണാം. ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഈ കാലത്തെ ജിഹാദാണെന്ത്? ഇൽമ് പഠിക്കുക എന്നുള്ളത്. വാളെടുത്ത് അതേപോലെ തന്നെ കുടുംബത്തെ വിട്ടുകൊണ്ട്, മക്കളെ ഉപേക്ഷിച്ച്, ഭാര്യയെ വിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ ഉയർത്തപ്പെടാൻ വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ ജിഹാദിന് പോവുകയാണ്. അതിന് അതാണ് ജിഹാദ്. അതേപോലെ ഈ കാലഘട്ടത്തിലുള്ള ജിഹാദാണിത്, ഇൽമ് പഠിക്കുക എന്നുള്ളത്. ഇൽമ് എന്ത് ചെയ്യുക? ദീനിൻ്റെ ശത്രുക്കൾ അതിനെതിരെ വലിയ വ്യാപകമായ നിലയിൽ എന്ത് ചെയ്യാണ്? ബൗദ്ധിക തലത്തിലുള്ളതായ അക്രമങ്ങൾ നടത്തുകയാണ്, വൈജ്ഞാനികമായിട്ടുള്ള അക്രമം നടത്തുകയാണ്. അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൽമ് പഠിക്കണം, അതിനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം വലിയ ജിഹാദാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇബാദത്താണ്. ഇബാദത്ത് ശരിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഖ്ലാസ് വേണം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിക്കുന്നവനാകണം. അതേപോലെ തന്നെ മുതാബഅത്ത് വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന നിലയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. സലഫുകളുടെ മാർഗമനുസരിച്ചായിരിക്കണം അവൻ പോകേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണോ സലഫുകൾ മനസ്സിലാക്കിയത് അതുപോലെയാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് ചില പദങ്ങളാണ്. ആ പദങ്ങൾ മാത്രമല്ല, അതിനോട് കൂടെ എന്തുണ്ട്? ഒരു ആശയവും ഇറങ്ങപ്പെട്ടിട്ടുണ്ട്. കേവലം വെറുതെ ഹർഫുകൾ, അക്ഷരങ്ങൾ മാത്രമാണോ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത്? അല്ല, അതിനോട് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആശയവും ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു എന്താണ്? ആദർശമാണ്. ഓരോ ആയാത്തുകൾക്കും എന്തുണ്ട്? അതിൻ്റേതായ ആശയവുമുണ്ട്. ആ ഹർഫുകളുടെ കൂടെ ഒരു ആശയവും ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് അധ്യാവസാനം മനഃപ്പാഠം പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഹദീസുകൾ ധാരാളം മനഃപ്പാഠം പഠിച്ചു. പക്ഷേ അതിൻ്റെ കൂടെ ഇറക്കപ്പെട്ടിരിക്കുന്ന ഈ ആശയം എന്ത് ചെയ്യുന്നില്ല? ഉൾക്കൊള്ളുന്നില്ല. ആശയം ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? അത് പഠിപ്പിക്കപ്പെട്ട സ്വഹാബികളെയാണ്, അതേപോലെ തന്നെ മുൻകഴിഞ്ഞിരിക്കുന്ന സലഫു സാലിഹീങ്ങളെയാണ്. അവരിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെങ്ങനെ മനസ്സിലാക്കി എന്നതിലൂടെയോ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഖുർആനിൻ്റെ ലഫ്ലുകൾക്ക്, അതിൻ്റെ പദങ്ങൾക്ക്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഹിഫ്ള് ചെയ്യുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതെങ്ങനെയാണ് സ്വഹാബികൾ മനസ്സിലാക്കിയത് എന്നുള്ളത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഈ ആശയവും അള്ളാഹു ഇറക്കി കൊടുത്തതാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വഹാബികൾ അത് മനസ്സിലാക്കി അടുത്ത തലമുറ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സലഫുകളുടെ മാർഗത്തിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇൽമു പഠിക്കേണ്ടതിന് ഇഖ്ലാസ് വേണം, മുതാബഅ വേണം. സലഫുകളുടെ മാർഗം എന്ത് ചെയ്യണം? അവലംബിക്കേണ്ടതുണ്ട്. അഹങ്കാരം വെടിയേണ്ടതുണ്ട്. ഖനാഅത്ത് വേണം. അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടണം. ഇത് വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മര്യാദയാണ്. ദുനിയാവിനോടുള്ള ആർത്തി ഇല്ലാതിരിക്കുക, സുഹുദ് ഉണ്ടാവണം. ദുനിയാവിനോട് ഒരു വിരക്തി ഉണ്ടാകേണ്ടതുണ്ട്. ഇൽമിൻ്റെ ഉടയാടകൾ കൊണ്ട് ശരീരത്തെ എന്ത് ചെയ്യണം? അലങ്കരിക്കണം. ഇൽമു കൊണ്ട് എന്ത് ചെയ്യണം? അതേപോലെ തന്നെ മുറുഅത്ത്, സാമൂഹികമായ മര്യാദകൾ, അതേപോലെ തന്നെ റുജൂലത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് അത് എന്ത് ചെയ്യുക? ഒരു ആൾ പുരുഷനാണെങ്കിൽ പുരുഷത്വം അത് പ്രകടമാക്കുക ദീൻ പഠിപ്പിച്ച പ്രകാരം. ഹജറു തറഫു എന്ത് ചെയ്യുക? ആഡംബരങ്ങളെ വെടിയുക, ലളിതമായ ജീവിതം നയിക്കുക. അനാവശ്യമായ മജാലിസുകളിൽ, കളിയുടെ തമാശകളുടെ മജ്ലിസുകളിൽ നിന്ന് എന്ത് ചെയ്യുക? വിട്ടുനിൽക്കുക. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുക, അടിയുറച്ചു നിൽക്കുക, നല്ല ഹിമ്മത്തുണ്ടാവുക, മനോധൈര്യം ഉണ്ടാവുക, ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഉണ്ടാവുക. ഒരു ദിവസം പഠിക്കുന്നു, അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും നിരന്തരം പഠനം തുടർന്നുകൊണ്ടിരിക്കുക. അതിന് കൃത്യമായ ഒരു തർത്തീബ് ഉണ്ടാക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യുക? പഠനം മുന്നോട്ട് പോവുക. ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ നടത്തുക. ദീൻ രേഖപ്പെടുത്തി വയ്ക്കുക. ഹിഫ്ള് ചെയ്യാൻ പറ്റുന്ന ഹിഫ്ള് ചെയ്യണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? കിതാബത്ത് എഴുതി വെക്കേണ്ടതുണ്ട്. പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? മുദാക്കറ ചെയ്യണം, ഓർത്തെടുക്കണം, പരസ്പരം ചർച്ച ചെയ്യണം. ഇതെല്ലാം സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ബാധ്യതയിൽപ്പെട്ടതാണ്. ഇൽമു പഠിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? അവൻ്റെ സ്വന്തം നഫ്സിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക, ചോദ്യം ചോദിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിക്കുക, തർക്കങ്ങൾ ഒഴിവാക്കുക. തർക്കങ്ങൾ കൂടാതെയുള്ള മുനാദറകളാകാം,
ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തുക. അത് പെട്ടെന്ന് ഹൃദയത്തിൽ പതിയാൻ ഉള്ള ഇടയാക്കുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും വിഷയം ശരിക്കും മനസ്സിലേക്ക് പതിയാൻ വേണ്ടി പരസ്പരം എന്ത് ചെയ്യുക, അർഹതപ്പെട്ട ആളുകളുമായിട്ട് എന്ത് ചർച്ച ചെയ്യുക. എന്നാൽ അവിടെ എന്തുണ്ടാകാൻ പാടില്ല, മുമാറാത്ത് ഉണ്ടാകാൻ പാടില്ല, തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ എന്താണ്, നേതൃമോഹം ഇല്ലാതിരിക്കുക, പ്രശസ്തി ആഗ്രഹിക്കാതിരിക്കുക, അതേപോലെ ഇസാഅത്തുൽ ബിൻ നഫ്സ്, നമ്മൾ നമ്മുടെ നഫ്സിനെ ചെറുതായി കാണണം. എന്തെങ്കിലും അത് സ്വാഭാവികമായിട്ട് ഇൽമു പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് മനസ്സിലായി നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത്. ഇൽമു പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവുക, എന്തെങ്കിലും പഠിച്ചാൽ വലിയതായിട്ട് തോന്നും. ഇൽമു എത്രത്തോളം അധികം പഠിക്കുന്നുവോ അതനുസരിച്ച് എന്ത് ചെയ്യും, അവന് ബോധ്യപ്പെടും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്ന്. എത്ര അധികം പഠിക്കുന്നു അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ചെറിയൊരു കണിക പോലും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാകപ്പെടും. അപ്പോൾ നമ്മുടെ നഫ്സിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം, റുജുബുണ്ടാകാനൊന്നും പാടില്ല. അതേപോലെ ജനങ്ങളെക്കുറിച്ച് നല്ലത് കരുതുക. അവർ എന്നേക്കാൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, അവർക്കറിവുണ്ട്, അവർ വലിയ ഫضൽ അവർക്കുണ്ട്, അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. നമ്മൾ നമ്മുടെ നഫ്സിനെ, നമ്മുടെ കുറവുകൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ കുറവ് നോക്കാതെ നമ്മുടെ കുറവുകൾ നോക്കുക. അതേപോലെ ഇൽമിൻ്റെ സക്കാത്ത് കൊടുക്കുക. ഇൽമിൻ്റെ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ച് ഇൽമുകൾ പ്രാവർത്തികമാക്കണം, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അത് നാം മാർക്കെല്ലാം പഠിപ്പിക്കുന്ന, നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ട ആളുകളുണ്ട്. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവർക്ക് എന്ത് ചെയ്യണം, നന്മ കൽപ്പിക്കുക, തിന്മയെ തൊട്ട് അവരെ തടുക്കുക. ആരിലെല്ലാം നാം അത് നിർബന്ധമായി ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അതല്ലാതെ എന്ത് ചെയ്യണം, നമുക്ക് കഴിവിൻ്റെ പരമാവധി എത്തിക്കാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യണം, അത് എത്തിക്കുക. ഇതെല്ലാം ഇൽമിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുസ്ലിം പൊതുജനങ്ങളിലേക്ക് എന്ത് ചെയ്യണം, കഴിവിൻ്റെ പരമാവധി ദീൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക. ഇങ്ങനെ ധാരാളം എന്താണ് ബാധ്യതകൾ സ്വന്തം നഫ്സിനോടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖിനോടുള്ളതായ, അധ്യാപകനോടുള്ള ബാധ്യതയുണ്ട്. ജനങ്ങൾ ഈ വിഷയത്തിൽ രണ്ട് ത്വറഫിലാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ അധ്യാപകരെ, മശായിഖന്മാരെ എന്താണോ അവരുടെ സ്ഥാനം അതിന് മുകളിലേക്ക് എന്ത് ചെയ്യും. ലോകത്താദ്യമായി ശിർക്കും കുഫറും കടന്നു വന്നതിലൂടെയാണ്. സ്വാലിഹ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അധ്യാപകരെ പഠിപ്പിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക, ഉലുവ് കാണിക്കുക, അത് പാടില്ല. അതേപോലെ തന്നെ ജഫാവും പാടില്ല. അവരെ തീരെ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കേണ്ട വിലകൾ കൊടുക്കണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവരുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രേഷ്ഠതകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരെ ആദരിക്കുക, വസത്തായ നിലപാട് സ്വീകരിക്കുക, മധ്യമമായ നിലപാട് സ്വീകരിക്കുക. അതുപോലെ ദീൻ പഠിക്കുന്ന സദസ്സുകൾ, അതിനോടുള്ള മര്യാദകളുണ്ട്, അത് പ്രത്യേകം സൂക്ഷിക്കുക. അതിൽ എന്ത് ചെയ്യുക, അതിൻ്റെ മുന്നോട്ടുള്ള അത് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ അതിൻ്റെ മദ്രസകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ പരിപാലിക്കുക. കൂടെ പഠിക്കുന്ന ആളുകൾ, അവരോടുള്ള ഹക്കുകൾ പാലിക്കുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ ഒരാൾ പരിപൂർണ്ണ മുഅ്മിനാകണമെങ്കിൽ എന്ത് ചെയ്യണം, തനിക്ക് നൽകപ്പെടുന്നത് തൻ്റെ സഹോദരന് നൽകപ്പെടാൻ എന്ത് ചെയ്യണം, ആഗ്രഹിക്കണം. നാം ഇൽമു പഠിക്കുമ്പോൾ മറ്റു കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, പഠിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു രീതിയാണ്. നമ്മുടെ പഠനം ശരിയായി നടക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക. പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുക, അതിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക. അതേപോലെ തന്നെ ഇൽമിനോടുള്ള ബാധ്യത, ഇൽമിനെ ശരിയായി കൃത്യമായിട്ട് പഠിക്കണം. ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും കൃത്യമായിട്ട് പഠിക്കണം. എന്തെങ്കിലും അവിടെ നിന്ന് കേൾക്കുന്നതിനപ്പുറം എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അതിനെ നിരന്തരം ദായിമൻ തഅഹൂദിഹി ദായിമൻ ബിൽ മുറാജ ചെയ്യൽ കൊണ്ട് അതിനെ എന്ത് ചെയ്യണം, എപ്പോഴും സംരക്ഷിക്കുകയും ചെയ്യണം. ഒരു കാര്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ചെയ്യണം, അതിന് മുറാജ ചെയ്യണം.
കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ പതിയും. അതുകൊണ്ട് അമൽ ചെയ്യുക. കാരണം ഇൽമു പഠിച്ചയാളെ സംബന്ധിച്ചിടത്തോളം അത് അമൽ ചെയ്യുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. പിന്നീട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതൊക്കെയാണ്. അതുപോലെ ചോദ്യം ചോദിക്കുമ്പോൾ ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. മിൻ ആദാബി സുആലി അൻ യതഖദ്ദമ ബിസ്സുആലി അല്ലദീ യുർജാ മിൻഹു അൻ-നഫ് വൽ ഫായിദ. ഒരാൾ ഉന്നയിക്കുന്ന ചോദ്യം അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവണം. ഒരു ഗുണമില്ലാതെ വെറുതെ എന്ത് ചെയ്യുക? ചില കാര്യങ്ങൾ ചോദിക്കുക. അതിലെന്തില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിച്ചത് എന്തിനാണ്? മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സഹാബികൾ എന്ത് ചെയ്യുമായിരുന്നു? ആറാബികൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം അവരെന്ത് ചെയ്യും? ചില ചോദ്യങ്ങൾ ചോദിക്കും. അവർക്ക് സഹാബികൾക്ക് ചോദിക്കാൻ ചില മടിയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇവരെന്ത് ചെയ്യും? അവർ ചോദിക്കുക. അവരുടെ ചിലപ്പോൾ വളരെ താഴ്ന്ന നിലവാരത്തിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. അവരെന്ത് ചെയ്യും? ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഗുണം കിട്ടുകയും ചെയ്യും അത് മുഖേന. അപ്പോൾ ഗുണം കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. അലാ ത്വാലിബിൽ ഇൽമി അൻ യുഹാഫിള അലാ ഹൈഅതിഹി ഹസന. അവൻ്റെ രൂപം എപ്പോഴും നല്ല രൂപത്തിലായിരിക്കുക, നല്ല ഭംഗിയുള്ള രൂപത്തിൽ തുടരുക. ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നിരിക്കും വളരെ ഭംഗിയായിട്ടാണ്, നല്ല മുടി നല്ല പൊടി പൊരളാത്ത രീതിയിൽ അവ നല്ല വസ്ത്രം ധരിച്ച് അവിടെ വന്നിരുന്ന പെരുമാറ്റ രീതി, ഇതെല്ലാം ഈ ഹദീസ് നൽകുന്ന പാഠങ്ങളാണ്. ഹദീസ് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ബാദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖാൽ അല്ലാഹു വറസൂലുഹു അഅലം വഇന്നമാ യുഖാൽ ഫഖത്ത് അല്ലാഹു അഅലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പിന്നീട് ഒരു കാര്യം ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അഅലം എന്നാണ് പറയേണ്ടത്. അല്ലാഹു വറസൂലുഹു അഅലം എന്ന് എന്ത് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാൽ ദീനിയായ ചില കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം? പറയുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ എന്താണ്, ഇന്ന കാര്യം വുദൂ മുറിയുന്നതാണോ എന്ന് ചോദിച്ചു, അല്ലാഹു വറസൂലുഹു അഅലം, എനിക്കറിയില്ല, എങ്ങനെ പറയാം? കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം എന്ത് ചെയ്യാം? അറിയുന്നതാണ്. എന്നാൽ അതല്ലാത്ത കാര്യങ്ങൾ, ഭൗതികമായ ചില കാര്യങ്ങൾ, അത് അല്ലാഹു അഅലം എന്ന് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ചേർത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. വിളിച്ചോ? ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അൽ അസ്ലു സാലിസ്, മൂന്നാമത്തെ അസ്ലാണ്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്താണ് നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താനും നല്ല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.